ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെയാണ് നമ്മുടെ റിസൾട്ട് വന്നത്. UDF മുന്നേറ്റം, LDF തകർച്ച, BJP സന്തോഷകരമായ ചില മാറ്റങ്ങളൊക്കെ അവരുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ വാസ്തവമാണ്. എന്നാൽ ഈ റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം കേരളത്തിൻ്റെ കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളുണ്ടായിട്ടുള്ള അക്രമങ്ങൾക്ക് ഇപ്പോഴും അറുതി വന്നിട്ടില്ല. ജനാധിപത്യ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്, നമ്മൾ എപ്പോഴും പറയും. ആ ഉത്സവത്തിൻ്റെ സർവ്വ സൗന്ദര്യവും നശിപ്പിക്കുന്ന രീതിയിലുള്ള അക്രമവാസനകൾ പലയിടങ്ങളിലും മുളപൊട്ടുന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ അലോസരപ്പെടുന്നു. അക്രമം നിർത്തണം. കൊടുവാളും കത്തവാളും കടാരയും താഴെ വയ്ക്കണം. എന്നാലേ ജനാധിപത്യത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകും. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ്. വാർത്തകളിലേക്ക് മാത്രമല്ല, വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കും പോവുകയാണ്. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന ആരോപണത്തിന് പിന്നാലെയാണ് തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി രമേശ് ചെന്നിത്തല മൊഴി കൊടുത്തിരിക്കുന്നത്. തനിക്കറിയാവുന്ന വിവരങ്ങൾ പങ്കുവച്ചെന്ന് ചെന്നിത്തല പിന്നീട് പ്രതികരിച്ചു. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണമോഷണവുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞയാഴ്ചയാണ് രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയത്. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച വിവരങ്ങൾ ഒരു വ്യവസായിയാണ് തന്നോട് വ്യക്തമാക്കിയത് എന്നായിരുന്നു രമേശ് ചെന്നിത്തല മുൻപ് അറിയിച്ചത്. ഇതിന് പിന്നാലെ രമേശ് ചെന്നിത്തലയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിക്കുകയായിരുന്നു. ഇന്ന് ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി രമേശ് ചെന്നിത്തല മൊഴി നൽകി. തന്റെ കയ്യിൽ തെളിവില്ലെന്നും വ്യവസായി തന്നോട് പങ്കുവച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തെ അറിയിച്ചെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നേരത്തെ ഒരു കത്ത് മുഖേന SIT ചീഫ് ശ്രീ വെങ്കടേഷിന് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഇന്ന് വന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ വിവരം, എന്നെ ആരാണിത് അറിയിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി SIT അന്വേഷിച്ചിട്ട് അതിൻ്റെ വസ്തുതകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും പൗരൻ എന്ന നിലയിലും കിട്ടിയ വിവരങ്ങൾ അടിച്ചമർത്തി വെക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് കാര്യം തുറന്നു പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വ്യവസായിയെക്കുറിച്ചുള്ള വിവരങ്ങളും രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. വ്യവസായിയെയും അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്താൻ വിളിപ്പിച്ചേക്കും. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പാർലമെന്റിൽ സജീവ ചർച്ചയാക്കാൻ UDF. ഇതിന്റെ ഭാഗമായി UDF MPമാർ നാളെ രാവിലെ 10 മണിക്ക് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും. ഡൽഹിയിൽ നിന്ന് YS അഭിനന്ദ് വിവരങ്ങളുമായി ശരിയാണ്. അഭിനന്ദ്, ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? SK തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ തന്നെ UDF നേതാക്കൾ ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഒരു സജീവ ചർച്ചയാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർലമെന്റ് കവാടത്തിൽ നാളെ രാവിലെ 10:30 ഇത്തരത്തിലേക്കുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ട് UDF തീരുമാനിച്ചിരിക്കുന്നത്. UDF MPമാർ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കും. ഒപ്പം തന്നെ അങ്ങോട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഒരു സജീവ ചർച്ചയാക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസും UDFും കടന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 2 CPM പ്രതിനിധികൾ കസ്റ്റഡിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലേക്ക് ഒരു സജീവമായി തന്നെ ഈ വിഷയം നിർത്തുവാനുള്ള തീരുമാനത്തിലേക്കാണ് UDF കടന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാളെ UDF MPമാർ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഇപ്പോൾ കേരള ഹൗസിൽ സംഘടനാ ചുമതലയുള്ള ACCയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് KPC നേതാക്കൾ. PC വിശ്വനാഥ്, AP അനിൽകുമാർ, കുടിക്കൽ സുരേഷ് അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ കേരള ഹൗസിൽ നേരിട്ടെത്തി. കേരള ഹൗസിൽ ദീപാദാസ് മുൻഷിയുമായിട്ടുള്ള ചർച്ച പുരോഗമിക്കാൻ അല്പസമയത്തിനകം തന്നെ ദീപാദാസ് മുൻഷിയുടെ പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ശബരിമല സ്വർണ്ണപ്പാളി വിഷയം അത് സജീവമായ ചർച്ചയാക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ ഇത് ഒരു വലിയ വിഷയമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനമാണ് UDFും കോൺഗ്രസും കൈക്കൊണ്ടിരിക്കുന്നത്. SK. ഓക്കെ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. ശബരിമല സ്വർണ്ണക്കൊള്ള ദേശീയ ശ്രദ്ധ നേടാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു വാർത്തയുമായി വരികയാണ്. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ പരസ്യമായി വിമർശിച്ച് സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. VCയെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണ്. നിയമം പാലിക്കാൻ പറയുന്നതിന് പകരം നിങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യാമെന്ന് കോടതി പറയുന്നത് ശരിയല്ലെന്നും ചാൻസലർ കൂടിയായ ഗവർണർ ഇന്ന് വിമർശിച്ചു. ആ വാക്കുകളിലേക്ക്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VCമാരെ സുപ്രീം കോടതി തീരുമാനിക്കുന്നതിനെതിരെയാണ് ഗവർണറുടെ വിമർശനം. UGC ചട്ടവും കണ്ണൂർ VC കേസിലെ വിധിയും പരാമർശിച്ചായിരുന്നു ഗവർണർ സുപ്രീം കോടതിയെ വിമർശിച്ചത്. How the court
or justices, judges, they give different versions of the same matter on the same matter and the same atmosphere, same circumstances, different interpretations are made. ഭരണഘടന ഭേദഗതി ചെയ്യാൻ കോടതികൾക്ക് അധികാരമില്ലെന്നും ഗവർണർ പറഞ്ഞു. നാളെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും നിങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാമെന്ന് പറയുമെന്നും ഗവർണറുടെ പരിഹാസം. Tomorrow election commission will be told that you don't do anything, we will do something. That is not correct. നിയമനിർമ്മാണ സഭകളെ കോടതി ബഹുമാനിക്കണമെന്നും ഗവർണർ വ്യക്തമാക്കി. ഒരേ കേസിൽ പല കോടതികൾക്ക് എന്തുകൊണ്ടാണ് വ്യത്യസ്ത നിലപാടെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചോദിച്ചു. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പി സദാശിവത്തിനെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു ഗവർണറുടെ കോടതിക്കെതിരായ പരാമർശം. VC നിയമനത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിൽ എത്താത്തതിനാലായിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സംഘർഷം അരങ്ങേറി. കണ്ണൂർ പാറാട് നടുറോഡിൽ ഏറ്റുമുട്ടിയ CPM ലീഗ് പ്രവർത്തകർ പരസ്പരം സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. തിരുവനന്തപുരം, കോഴിക്കോട്, വയനാട്, എറണാകുളം ജില്ലകളിലും ഇന്ന് സംഘർഷം ഉണ്ടായി. കണ്ണൂരിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തെരഞ്ഞെടുപ്പ് ദിവസം തുടങ്ങിയ ആക്രമണത്തിന് അറുതി വന്നിട്ടില്ല. പാനൂർ, പാറാട് CPIM മുസ്ലിം ലീഗ് പ്രവർത്തകർ നടുറോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. സ്ഫോടക വസ്തു എറിയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിൽ 50ഓളം CPIM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി 44-ാം വാർഡിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് CPIM പ്രവർത്തകർ ആക്രമിച്ചു. UDF സ്ഥാനാർത്ഥിയായിരുന്ന PK സുരേഷിന്റെ കാനായിലെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞു. BJP പുഞ്ചക്കാട് ഏരിയ ജനറൽ സെക്രട്ടറി വിജേഷ് KVയുടെ വീട്ടിൽ റീത്ത് വെച്ചു. രാമന്തളിയിൽ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് കേടുപാട് വരുത്തിയെന്നും പരാതി ഉയർന്നു. കിളിമാനൂരിലുണ്ടായ സംഘർഷത്തിൽ 6 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ചേമഞ്ചേരിയിൽ സേവാകേന്ദ്രം തകർത്തു. സേവാകേന്ദ്രം നിൽക്കുന്ന 7-ാം വാർഡിൽ CPIM പരാജയപ്പെട്ടതിന്റെ തുടർച്ചയാണ് ആക്രമണമെന്ന് BJP ആരോപിച്ചു. വയനാട് മുള്ളൻകൊല്ലിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ വിവിധയിടങ്ങളിൽ സംഘർഷമുണ്ടായി. മാടപ്പള്ളിക്കുന്ന് 9-ാം വാർഡിൽ UDF പ്രവർത്തകരും LDF പ്രവർത്തകരും ഏറ്റുമുട്ടി. സുരഭിക്കവലയിലും പട്ടാണിക്കൂപ്പിലും പാടിച്ചിറയിലും സംഘർഷമുണ്ടായി. തിരുനെല്ലിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ CPIM പ്രവർത്തകർ വർഗീയ പരാമർശം നടത്തിയതായി പരാതിയുണ്ട്. മലപ്പുറം പൊന്നാനിയിൽ UDF ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം പൊട്ടിച്ച് CPIM പ്രവർത്തകന്റെ വീട് ആക്രമിച്ച സംഭവത്തിൽ 2 UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. എറണാകുളം കളമശ്ശേരിയിൽ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കേരളത്തിലെ ആദ്യത്തെ BJP മേയറെ തീരുമാനിക്കാൻ സംസ്ഥാന നേതൃത്വത്തിൽ ചർച്ചകൾ സജീവമായി. VV രാജേഷിനെ മേയറായും ശ്രീലേഖ ഡെപ്യൂട്ടി മേയറായും പരിഗണിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ അരങ്ങേറുന്നത്. അതേസമയം തിരുവനന്തപുരത്തെ മികച്ച വിജയം BJP വല്ലാതെ ആഹ്ലാദഭരിതരാക്കിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും BJP കടന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതീക്ഷിച്ച വിജയം നേടിയതിൽ ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. മുതിർന്ന BJP നേതാവ് VV രാജേഷും ശ്രീലേഖയുമാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ആരാകും മേയർ എന്ന കാര്യത്തിൽ BJP ഇതുവരെ തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാകും. ജില്ലാ BJPയിൽ നിർണായക സ്വാധീനമുള്ള VV രാജേഷിനെ മേയറാക്കിയാൽ ശ്രീലേഖ ഡെപ്യൂട്ടി മേയറാകുമെന്നാണ് വിവരം. ഇതു സംബന്ധിച്ച ചർച്ചകൾ BJPയിൽ സജീവമാണ്. മേയർ ആരെന്നത് സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിക്കുമെന്നായിരുന്നു VV രാജേഷിന്റെ പ്രതികരണം. സംസ്ഥാന നേതൃത്വം, പ്രത്യേക സംസ്ഥാന അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷനൊക്കെ തന്നെ അടങ്ങുന്ന ടീം അതിനെക്കുറിച്ച് കൃത്യസമയത്ത് തന്നെ പറയും. RSSന്റെ അഭിപ്രായം കൂടി തേടി ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് നീക്കം. കേവല ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ നിർണായകമാണ്. എന്നാൽ ഒരു മുന്നണികളുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും നിലപാടെടുത്തിട്ടില്ല എന്നുമായിരുന്നു കണ്ണമ്മൂലയിൽ സ്വതന്ത്രനായി വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. ആളുകൾ എന്താണോ കൂട്ടായി പറയുന്നത് ആ തീരുമാനം ഉരുത്തിരിയുന്നവരെ ഞാൻ കാത്തിരിക്കും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആലോചനകളിലേക്കും BJP കടന്നിട്ടുണ്ട്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം നിയമമണ്ഡലങ്ങളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെയെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ശാസ്തമംഗലം വാർഡിലെ വിജയത്തിന് പിന്നാലെ ശ്രീലേഖയെ നിയമസഭയിൽ മത്സരിക്കാനും തീരുമാനമായിട്ടുണ്ട്. 24 തിരുവനന്തപുരം. നമ്മുടെ ചില ആൾക്കാരൊക്കെ ഇന്നലത്തെ നമ്മുടെ കൗണ്ടിംഗ് ഡേയിലുണ്ടായ സമ്മാന പദ്ധതി, അതിൽ പ്രവചന മത്സരത്തിൽ വിജയികൾ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഉടനെ തന്നെ പറയാം. നമ്മൾ അത്ര കൂടുതൽ ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ഈ 10 പേർക്ക് സ്മാർട്ട് ഫോൺ കിട്ടുന്ന ആ 10 പേർ ആരാണ് എന്നുള്ള കാര്യം ഉടനെ എത്രയും പെട്ടെന്ന് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാം. അപ്പോൾ ഈ കൗണ്ടിങ് ഡേയിൽ പൂരമൊക്കെ കഴിഞ്ഞ് പോയതാ, പിന്നെ കണ്ടില്ലല്ലോ. പൂരം കഴിഞ്ഞ പറമ്പ് പോലെയായി ഫ്ലോർ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ആകില്ലെന്നേ.
നമ്മളില്ലേ ഇവിടെ. ഓക്കെ, ചില നമ്മുടെ മിനി ബാബുവിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞു ഏറ്റവും കുണുങ്ങി നടത്തം മുതൽ ഏറ്റവും അവസാനം വെടിപൊട്ടിക്കുന്നവരെല്ലാം കണ്ടു എന്നാണ്. ആ കുണുങ്ങലാണ് ഇപ്പോൾ ഏറ്റവും വലിയ വാർത്ത. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായ കനത്ത തോൽവിക്ക് പിന്നാലെ തലസ്ഥാനത്തെ CPM-ൽ പൊട്ടിത്തെറി. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന പോരായ്മയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ശക്തമാകുന്നു. അതിനിടെ 1 ഇഞ്ച് പിന്നോട്ടില്ല എന്ന വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. ആര്യക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച മുൻ കൗൺസിലർ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കി. പതിറ്റാണ്ടുകളായി LDF ഭരിച്ചിരുന്ന ചെങ്കോട്ടയാണ് മൃഗീയ ഭൂരിപക്ഷത്തോടെ NDA കൈപ്പിടിയിലാക്കിയത്. മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റ പ്രവർത്തന ശൈലികൾ മാത്രമാണ് ഇതിന് കാരണമെന്നാണ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നേക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരത്തിൽ മുകളിലുള്ളവരോടുള്ള അതിവിനയവും ഓഫീസിലെത്തുന്നവരെ കാണാൻ കൂട്ടാക്കാത്ത പ്രവണതയും തുടങ്ങി ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയും CPIM നേതാവ് വഞ്ചിയൂർ ബാബുവിന്റെ മകളുമായ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഗായത്രി ബാബുവിന്റെ അഭിപ്രായം പാർട്ടി തള്ളി ആര്യയെ പൂർണ്ണമായും പിന്തുണച്ചാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തിയത്. ആര്യക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി പരിശോധിക്കുമെന്ന് വി ശിവൻകുട്ടി. ഗായത്രി ബാബുവിന്റെ പ്രസ്താവന അത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനം മാത്രമാണ്, അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ ആഘാതത്തിൽ നടത്തിയിട്ടുള്ളത്. തോൽവിക്കും വിമർശനങ്ങൾക്കും പിന്നാലെ 1 ഇഞ്ച് പിന്നോട്ടില്ലെന്ന വാട്സപ്പ് സ്റ്റാറ്റസുമായാണ് ആര്യ രാജേന്ദ്രൻ എത്തിയത്. ആര്യ രാജേന്ദ്രനോ ഗായത്രി ബാബുവോ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. മേയറും ഗായത്രി ബാബുവുമായി ഏറെ നാളായി സ്വരച്ചേർച്ചയിലല്ല. 2020-ൽ മേയർ സ്ഥാനത്തേക്ക് ഗായത്രിയുടെ പേര് പരിഗണിച്ചിരുന്നുവെങ്കിലും പിന്നീട് തഴയപ്പെടുകയായിരുന്നു. 24 തിരുവനന്തപുരം. ഇനി കൊച്ചിയിലേക്ക്. കൊച്ചി കോർപ്പറേഷനിലെ ആധികാരികമായ വിജയത്തോടെ മേയർ ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നു. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനായി ലീഗ് പിടിമുറുക്കിയെന്നും വാർത്തയുണ്ട്. വിവാദങ്ങളില്ലാതെ മേയറെ പ്രഖ്യാപിക്കുമെന്നാണ് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പറയുന്നത്. UDF ക്യാമ്പ് കണക്കുകൂട്ടിയതിലും വലിയ വിജയമാണ് കൊച്ചി കോർപ്പറേഷനിൽ. സ്റ്റേഡിയം ഡിവിഷനിൽ നിന്ന് വിജയിച്ച KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പേരിനാണ് മേയർ സ്ഥാനത്തേക്ക് മുൻതൂക്കം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് മേയറെ തീരുമാനിക്കുമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. ഈ നഗരവികസനത്തിന് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു മേയറെ പാർട്ടി തീരുമാനിക്കും, പാർട്ടിയും മുന്നണിയും തീരുമാനിക്കും. അത് എല്ലാ മുതിർന്ന നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച്, എറണാകുളത്ത് പാർട്ടിക്ക് അതിനൊരു സിസ്റ്റമുണ്ട്, അത് എല്ലാവരുമായി കൂടിയാലോചിച്ച് പാർട്ടി അത് തീരുമാനിക്കും. മേയർ സ്ഥാനത്തേക്ക് പാർട്ടി പറയുന്ന പേര് ആരുടേതായാലും അംഗീകരിക്കുമെന്നായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെയും VK മിനിമോളുടെയും പ്രതികരണം. അത്തരത്തിലുള്ള ഒരു തീരുമാനവും പാർട്ടി എടുത്തിട്ടില്ല. ഇനിയുമാണ് പാർട്ടി തീരുമാനിക്കാൻ പോകുന്നത്. നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനിക്കും. നേതൃത്വം എടുക്കുന്ന എന്ത് തീരുമാനമാണോ ആ തീരുമാനത്തോടൊപ്പം വിധേയമായി നിന്നിട്ടുള്ള ഒരു പാരമ്പര്യമാണ് എൻ്റെ ഈ പൊതുപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. രണ്ടുപേരും I വിഭാഗത്തിന്റെ പ്രതിനിധികളാണ്. അതേസമയം മുൻ കൗൺസിലർ ഷൈനി മാത്യുവിന്റെ പേരാണ് A ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗും മുന്നോട്ട് വെച്ചു. ലീഗിന്റെ ആവശ്യം അംഗീകരിച്ചാൽ TK അഷ്റഫിനായിരിക്കും നറുക്കുവീഴുക. വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാകാതെ മേയറെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. വൈകാതെ തന്നെ നേതൃയോഗങ്ങൾ ചേർന്ന് കൃത്യമായ തീരുമാനങ്ങളെടുക്കും. കൊച്ചിയിൽ നിന്നും ആൻമരിയ സനി, 24. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ വോട്ട് തിരിമറി നടന്നുവെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് 24നോട് പറഞ്ഞു. CPM-ന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ BJP-യിലേക്ക് പോയി. കൊച്ചി കോർപ്പറേഷൻ മേയറെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നാണ് മുഹമ്മദ് ഷിയാസ് പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയുടെ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടിത്തരിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്നത് കൊച്ചിയിലേക്ക് തന്നെയായിരുന്നു. കൊച്ചി കോർപ്പറേഷൻ അങ്ങനെ UDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് ഇത്തവണ കൊച്ചിക്ക് വനിതാ മേയറാണ് എന്തായാലും വരാൻ പോകുന്നത്. അതിലൊരു സസ്പെൻസ് ഒന്നുമില്ല. പക്ഷേ അറിയേണ്ട സസ്പെൻസ് എന്ന് പറയുന്നത് ആരായിരിക്കും മേയർ എന്നുള്ളതായിരിക്കും. ഞങ്ങൾക്ക് നല്ല കഴിവുള്ള, അനുഭവസമ്പത്തുള്ള, കോർപ്പറേഷൻ ഭരണത്തിൽ പരിചയസമ്പന്നതയുള്ള നിരവധി ആളുകൾ, വനിതകൾ, നല്ല നേതാക്കന്മാർ, ജനങ്ങളോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ, നിരന്തരം അവരുടെ ഡിവിഷനുകളിൽ നിന്ന് ജയിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള നിരവധി ആളുകളുണ്ട്. അപ്പോൾ അവരിൽ ആരെങ്കിലെയും ഞങ്ങൾ പരിഗണിക്കും. ഒരു വിവാദങ്ങൾക്കും ഇട നൽകില്ല. കാരണം ജനങ്ങൾ 100% UDF-നോട് താല്പര്യപ്പെട്ടിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക്
അവരുടെ വോട്ട് നൽകിയിട്ടുള്ളത്. ഈ തൃപ്പൂണിത്തുറയിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ BJP ഭരണത്തിലേക്ക് വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അവിടെ UDF-ഉം BJP-യും വോട്ട് തിരിമറി നടത്തിയിട്ടുണ്ടെന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ ഒരു. CPM-ന്റെ വലിയ സമഗ്രാധിപത്യമുള്ള ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി. ആ സ്ഥലത്ത് എങ്ങനെയാണ് BJP-ക്ക് ഒറ്റകക്ഷിയാകാൻ കഴിയുക? സ്വരാജിനെ പോലെ അല്ലെങ്കിൽ സതീശിനെ പോലെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറിമാരും ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരും ഉള്ള ഒരു ജില്ല, അവരുടെ നിയോജക മണ്ഡലം, അവർക്ക് വലിയ മേധാവിത്വമുള്ള ഒരു മുനിസിപ്പാലിറ്റി, ആ മുനിസിപ്പാലിറ്റിയിൽ BJP ഒന്നാം കക്ഷിയായതിന് ആദ്യം മറുപടി പറയേണ്ടത് CPM ജില്ലാ നേതൃത്വവും സ്വരാജുമാണ്. കണ്ണൂരിലെ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം ജയിലിൽ അടക്കപ്പെട്ട ആളുകൾക്ക് പരോള് കിട്ടിയപ്പോൾ അവരെവിടെയാണ് താമസിച്ചത്? അവർ തൃപ്പൂണിത്തുറയിലാണ്, ഇരുമ്പനത്താണ് അവർക്ക് അഭയം കൊടുത്തത്. കാരായി രാജനും കാരായി ചന്ദ്രശേഖരനൊക്കെ അഭയം കൊടുത്ത നാടാണ് തൃപ്പൂണിത്തുറ. ആ തൃപ്പൂണിത്തുറയിലാണ് ഇന്ന് BJP ഒറ്റക്കക്ഷിയായിരിക്കുന്നത്. അപ്പോൾ അതിന് CPM മറുപടി പറയണം. അതിന് കോൺഗ്രസിൻ്റെ ജയിച്ച ജനാധിപത്യ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വോട്ട് ഞങ്ങളോടൊപ്പം വേണമെന്ന് അവകാശപ്പെടാൻ CPM-ന് എങ്ങനെ കഴിയുക? നാണം കെട്ട പാർട്ടിയല്ലേ ഇവർ. അപ്പോൾ അതുകൊണ്ട് ഈ നാണം കെട്ട പാർട്ടിയോടൊപ്പം കൂടാൻ ഞങ്ങളുണ്ടാകില്ല. ചില വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത്. അത് ഏറ്റവും പ്രധാനമായിട്ടും അത് തൃപ്പൂണിത്തുറയിലാണ്. അതിലൊക്കെ അത്തരമുള്ള വിവാദ പരാമർശങ്ങളിലൊക്കെ പ്രതികരണം നൽകുകയായിരുന്നു DCC പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസ്. കൊച്ചിയിൽ നിന്നും ഷിജു ചവറയ്ക്കൊപ്പം ആൻമരിയ സനി, 24. നമ്മുടെ മോഹൻ മില്ലാത്തറയൊക്കെ നിഖിൽ പ്രമേഷിൻ്റെ പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് അനുശോചിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ കോഴിക്കോട് കടലുണ്ടി തൈക്കോട്ടത്തിൽ വീട്ടിൽ പ്രമേശൻ അന്തരിച്ചു. അദ്ദേഹത്തിന് 71 വയസ്സ് പ്രായമുണ്ടായിരുന്നു. രമണിയാണ് ഭാര്യ. 24-ൻ്റെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് നിഖിൽ പ്രമേഷ് അദ്ദേഹത്തിൻ്റെ മകനാണ്. അതുപോലെ മീഡിയ വണിൽ ജോലി ചെയ്യുന്ന നീതി മകളാണ്. ശ്രീകാന്ത് VK ആണ് മരുമകൻ. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് വട്ടപ്പറമ്പ് ശ്മശാനത്തിൽ നടക്കും. നമ്മുടെ കുടുംബത്തിലെ ഒരാളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നമ്മുടെ വിഷമം, ദുഃഖം എല്ലാം ഇവിടെ രേഖപ്പെടുന്നു. അച്ഛൻ്റെ വിയോഗം മൂലമുണ്ടായ വിഷമത്തിൽ നിന്ന് കടന്നു പോകാൻ മനസ്സിനെ ധൈര്യപ്പെടുത്താൻ നിഖിൽ പ്രമേഷിന് കഴിയട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇംഗ്ലീഷ് വാർത്താ ചാനൽ യൂട്യൂബിലെ 24 ഇൻ്റർനാഷണൽ നിങ്ങളൊക്കെ കാണുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഒരു കേരളത്തിലുള്ള ഒരു ഏഷ്യൻ വാർത്താ ചാനലായിട്ട് അത് ലോകത്തെ മലയാളികൾക്കും മറ്റുള്ളവർക്കും ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്നവർക്കൊക്കെ ഗുണകരമാകും എന്നാണ് നമ്മുടെ വിശ്വാസം. അമേരിക്കയിൽ നിന്നൊക്കെ ചില വാർത്താ വായനക്കാർ ഇപ്പോൾ അതിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയെന്നുള്ള കാര്യം കൂടി ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സന്തോഷ സമേതം അറിയിക്കുന്നു. ഇനി വാർത്തകളിലേക്ക്. പാലക്കാട് ഒറ്റപ്പാലത്ത് മണ്ണുമാന്തി യന്ത്രം തീയിട്ട് നശിപ്പിച്ചു. 30 ലക്ഷത്തോളം വില വരുന്ന മണ്ണുമാന്തി യന്ത്രമാണ് തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് മറ്റൊരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ സഹായിയായ തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി ഇസക്കി രാജിനെ അറസ്റ്റ് ചെയ്തു. പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംന തത്സമയം ചേരുകയാണ്. ഷംന പറയൂ. ഗുഡ് ഈവനിങ്, പറയൂ. ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത്. കണ്ണിയമ്പുറത്ത് നിർത്തിയിട്ടിരുന്ന എക്സ്കവേറ്റർ സമീപത്തുള്ള ഒരു തോട്ടിലേക്ക് ഇറക്കിയ ശേഷം തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. 30 ലക്ഷത്തോളം വില വരുന്ന മണ്ണുമാന്തി യന്ത്രമാണ് ഇങ്ങനെ കത്തി നശിച്ചത്. ഇതിൽ ലക്കിടി സ്വദേശിയായ ഒരു ഉടമയുടേതാണ് ഈ മണ്ണുമാന്തി യന്ത്രം. ഇയാളുടെ പരാതിയിലാണ് പോലീസ് നടപടിയെടുത്തത്. ഇതിലുള്ള അന്വേഷണത്തിൽ ഈ മറ്റൊരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശിയായ ഇസക്കിരാജാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ ഇസക്കിരാജും ഈ നശിപ്പിക്കപ്പെട്ട എക്സ്കവേറ്ററിന്റെ ഉടമയും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ഇത്തരം ഒരു അക്രമത്തിലേക്ക് നയിച്ചത്. ഇതിൽ തന്നെ 30 ലക്ഷം രൂപ വരുന്ന ഒരു എക്സ്കവേറ്റർ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു രീതിയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി. എന്തായാലും ചെറിയൊരു തർക്കമാണ് പിന്നീട് ഇത്തരം ഒരു സംഭവത്തിലേക്ക് നയിച്ചത്. ഓക്കെ, ഐഷത്തുൽ ഷംനയാണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായെന്ന CPM വിലയിരുത്തൽ. അയ്യപ്പ സംഘം വേണ്ട വിധത്തിൽ ലക്ഷ്യം കണ്ടില്ല. ന്യൂനപക്ഷ വോട്ടുകളും ഭൂരിപക്ഷ വോട്ടുകളും എതിരായി എന്നും സംശയമുണ്ട്. ഭരണത്തിനെതിരായും ജനങ്ങൾ വോട്ട് ചെയ്തുവെന്ന CPM-ന്റെ വിലയിരുത്തൽ. UDF-ന് അനുകൂലമായി വോട്ടൊഴുകിയതും BJP വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതും അവരുടെ മാത്രം നേട്ടം കൊണ്ടല്ലെന്ന തിരിച്ചറിവാണ് തെരഞ്ഞെടുപ്പ് ഫലം LDF-ന് നൽകുന്നത്. ശബരിമല യുവതീ പ്രവേശന മുറിവ് ഉണക്കിയെടുക്കാൻ വിശ്വാസികൾക്കൊപ്പം എന്ന ടാഗ്ലൈനോടെ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല, ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകാനും കാരണമായതായാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഈ ജനവിധി LDF പൂർണ്ണമായും അംഗീകരിക്കുകയാണ്.
ജനങ്ങളിൽ നിന്നും പഠിച്ചും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും LDF മുന്നോട്ട് പോകും. ശബരിമല സ്വർണ്ണക്കൊള്ള കൂടി പുറത്തു വന്നതോടെ വിശ്വാസികളെ അടുപ്പിക്കാനുള്ള ശ്രമവും നിഷ്ഫലമായി. സ്വർണ്ണക്കൊള്ളയിൽ BJP ഗുണഭോക്താക്കളാവുകയും ചെയ്തു. സ്വർണ്ണക്കൊള്ളക്കേസിൽ 2 പ്രമുഖ CPM നേതാക്കൾ അറസ്റ്റിലായപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കാതെ ഒഴിഞ്ഞു മാറിയതും തിരിച്ചടിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കാനും ലീഗിനെ ദുർബലമാക്കാനും CPIM ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. എന്നാൽ 2 കാര്യങ്ങളും നടന്നില്ലെന്ന് മാത്രമല്ല, CPIM മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന ആക്ഷേപവും ഉണ്ടായി. ആവർത്തിച്ച് വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി തോളോട് ചേർത്ത് നിർത്തിയതും ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൂർണ്ണമായി ഇടതുവിരുദ്ധ പക്ഷത്താക്കി. അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന CPIM നേതൃയോഗങ്ങളും LDF യോഗവും തോൽവി വിലയിരുത്തും. മനീഷ് മഹിബാൽ, 24, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ UDF. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സർക്കാർ വിരുദ്ധ തരംഗം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ UDF തുടങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിജയത്തിലും LDFനെ പഴിക്കുകയാണ് ഇപ്പോൾ UDF. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന UDFന് വലിയ ആത്മവിശ്വാസം പകരുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധി. അനുകൂല തരംഗം നിലനിർത്താൻ ശ്രമങ്ങൾ ആരംഭിക്കും. KPCC UDF യോഗങ്ങൾ ഉടൻ ചേരും. നിയമസഭയിലേക്കുള്ള ചൂണ്ടുപലകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് നേതാക്കൾ ഇതിനോടകം കണക്കുകൂട്ടുന്നു. കൂട്ടായ്മയുടെ വിജയമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. എല്ലാവരുടെയും കൂട്ടായ്മയിലാണ് ഈ വിജയം കൊയ്തെടുക്കാൻ വേണ്ടി സാധിച്ചത്. നേതൃത്വ പങ്കാളിത്തത്തിൽ അണികൾ നേടിത്തന്ന വിജയമാണ്, ജനങ്ങൾ സമ്മാനിച്ച വിജയമാണ്. വിജയം നിയമസഭയിലും ആവർത്തിക്കുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറും വ്യക്തമാക്കി. ഇതിൻ്റെ തനിയാവർത്തനം കുറെ കൂടി ശക്തമായ രീതിയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വിജയവും LDFനെതിരെ ഉപയോഗിക്കാനാണ് UDF തീരുമാനം. തിരുവനന്തപുരത്തെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണം മുഖ്യമന്ത്രി എന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. അപ്പോൾ തൃശ്ശൂർ പാർലമെന്റിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനും BJPക്ക് കൊടുക്കാൻ ഒരേ ഒരു കാരണക്കാരേ ഉള്ളൂ. അത് കേരളത്തിലെ പിണറായി സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ മാതൃകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതൃത്വം ആലോചിക്കും. 24 തിരുവനന്തപുരം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയിൽ വിചാരണ കോടതിക്കെതിരെ വിമർശനവുമായി അതിജീവിത. വിധി അത്ഭുതപ്പെടുത്തുന്നില്ലെന്നും കേസിലെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടില്ലെന്നും അതിജീവിത ഇന്ന് പറഞ്ഞു. വിധി വന്ന ശേഷം ആദ്യമായിട്ടാണ് അതിജീവിതയുടെ പ്രതികരണം. അതേസമയം ആസൂത്രണം ചെയ്തവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ നീതി പൂർണ്ണമാകുമെന്ന് നടി മഞ്ജു വാര്യർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ വേദനാജനകമായ യാത്രയിലെ വെളിച്ചത്തിന്റെ നേരിയ കണികയായി മാത്രമാണ് 6 പേർ ശിക്ഷിക്കപ്പെട്ട കേസിലെ വിധിയെ അതിജീവിത കാണുന്നത്. കെട്ടിച്ചമച്ച കേസെന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ കേസിന്റെ വിധി സമർപ്പിക്കുകയാണ് അതിജീവിത. തുടർന്നങ്ങോട്ടുള്ള തുറന്ന കത്തിൽ വിചാരണ കോടതിയിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടത് അതിജീവിത അക്കമിട്ട് നിരത്തുന്നുണ്ട്. കേസിലെ അടിസ്ഥാനാവശ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. കോടതി അന്തരീക്ഷം ശത്രുതാപരമായിരുന്നുവെന്നും കേസിൽ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചതോടെ നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ബോധ്യപ്പെട്ടതായി അതിജീവിത പറയുന്നു. മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ തുറന്നതിൽ അന്വേഷണമുണ്ടായില്ല. ജഡ്ജിയെ മാറ്റാൻ താൻ നിയമപരമായി പോരാടുമ്പോൾ പ്രതിഭാഗം അതേ ജഡ്ജിയെ വേണമെന്നാവശ്യപ്പെട്ടത് സംശയങ്ങൾ ബലപ്പെടുത്തി. ആശങ്കകൾ പങ്കുവച്ച് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും കത്തുകൾ അയക്കേണ്ടി വന്നു. ഓപ്പൺ കോടതിയിൽ വാദം വേണമെന്ന ആവശ്യവും നിരാകരിക്കപ്പെട്ടതായി അതിജീവിത പറയുന്നു. നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്ന് വ്യക്തമാക്കിയ അതിജീവിത യാത്രയിൽ ചേർത്തുപിടിച്ച മനുഷ്യരോട് നന്ദി പറഞ്ഞു. പൾസർ സുനിയുമായി നേരത്തെ ബന്ധമുണ്ടെന്ന പ്രചരണത്തെ അതിജീവിത തള്ളുകയാണ്. ഒപ്പം പണം കൈപ്പറ്റിയവർ നുണപ്രചരണങ്ങളും അധിക്ഷേപ പരാമർശങ്ങളും നടത്തുന്നത് തുടർന്നുള്ളൂവെന്ന് അതിജീവിത സമൂഹമാധ്യമങ്ങളുടെ പങ്കുവച്ച ആദ്യ പ്രതികരണത്തിൽ വൈകാരികമായി തുറന്നടിച്ചു. വിധിക്കു പിന്നാലെ പ്രതികരണവുമായി നടി മഞ്ജു വാര്യരും രംഗത്തെത്തി. ആസൂത്രണം ചെയ്തവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ പൂർണ്ണമായും നീതി ലഭിക്കൂ എന്ന് മഞ്ജു വാര്യർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഗൂഢാലോചന നടത്തിയതിന് ഒരു തെളിവുമില്ലെന്ന വിധി ന്യായം. മാപ്പുസാക്ഷിയുടെ ഫോൺ കോൾ രേഖ പോലും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ദിലീപും പൾസർ സുനിയും ആശയവിനിമയം നടത്തിയതിനും തെളിവില്ല. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് കൃത്യമായി അറിയിച്ചില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതിയുടെ വിമർശനം. ഒരാഴ്ചയ്ക്കകം കേസിൽ അപ്പീൽ നൽകാൻ സർക്കാർ പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷന് വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് വിധിന്യായത്തിന്റെ ആകെ ചുരുക്കം. കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ 12 ചാറ്റുകൾ ദിലീപ് തന്റെ ഫോണിൽ നിന്ന് കളഞ്ഞുവെന്ന് സാക്ഷിമൊഴി ഉണ്ടായിരുന്നു. ഇതേ കേസുമായി ബന്ധപ്പെട്ടതല്ലെന്ന് ഇതേ സാക്ഷി പിന്നീട് പറഞ്ഞു. അമ്മ ഷോയ്ക്കിടയിൽ 1.5 കോടിയുടെ കൊട്ടേഷൻ നൽകിയെന്നത് തെളിയിക്കാൻ രേഖകളില്ല. 410ാം റൂമിൽ
ദിലീപും പൾസർ സുനിയും ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. തീയതികളിൽ പൊരുത്തക്കേടുണ്ട്. പൾസർ സുനി ദിലീപിനെ കണ്ടതായി അറിയില്ലെന്ന് ഇടവേള ബാബു, മുകേഷ് എന്നിവർ മൊഴി നൽകി. ഫോൺ റെക്കോർഡില്ല. ആശയവിനിമയം നടത്തിയ മറ്റൊരു രേഖകളുമില്ല. ദിലീപിനെതിരായ വ്യാജ ചികിത്സാ ആരോപണവും കോടതി മുഖവിലക്കെടുത്തില്ല. ഗൂഢാലോചന നടത്തുന്നവർ കുറ്റകൃത്യം നടത്തുന്ന സമയത്ത് എവിടെയെന്ന് കള്ളം പറയേണ്ടതില്ലല്ലോ എന്നും കോടതി സംശയം ഉന്നയിച്ചു. മാപ്പുസാക്ഷി വിഷ്ണു ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചതിന് തെളിവില്ല. പൾസർ സുനി ജയിലിൽ വെച്ച് ദിലീപിന് കത്തെഴുതിയെന്ന് പറയുന്ന സമയവും ജയിലിലെ CCTVയിലെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലും കോടതി സംശയം പ്രകടിപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥ B സന്ധ്യയാണ് ഇതിന് പിന്നിലെന്ന് ദിലീപ് കോടതിയിൽ ആരോപിച്ചിട്ടുണ്ട്. ദിലീപിനെ കാണാനെത്തിയത് സിനിമയുടെ ചർച്ചയ്ക്ക് വേണ്ടിയെന്നാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. പിന്നീട് ഗൃഹപ്രവേശനത്തിനെത്തിയത് എന്നാക്കി മാറ്റിയെന്നും വിചാരണ കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് രൂക്ഷ വിമർശനമാണ് കോടതിയിൽ നിന്നുണ്ടായത്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിവരം കൃത്യമായി കോടതിയെ അറിയിച്ചില്ല. 2020 തന്നെ ഹാഷ് വാല്യൂ മാറിയ കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന് അറിയാമായിരുന്നു. എന്നാൽ 2022 മാത്രമാണ് കോടതിയെ അറിയിച്ചതെന്നും വിധിപ്പകർപ്പിലുണ്ട്. 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഗൂഢാലോചന നടത്തിയതിന് ഒരു തെളിവുമില്ലെന്നാണ് വിധിന്യായം പറയുന്നത്. എന്തായാലും കൂടുതൽ അപ്പീലിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകട്ടെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ വിധി വിവരങ്ങൾ ഉമക്കത്തായി പ്രചരിച്ച സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ്. വിധിയുടെ വിശദാംശങ്ങൾ ചോർന്നതിൽ അന്വേഷണം വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. വിശദാംശങ്ങൾ ചോർന്നത് ആശങ്കപ്പെടുത്തുന്നുവെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പ്രതികരിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിന്യായത്തിലെ സുപ്രധാന വിവരങ്ങൾ വിധി പ്രസ്താവനത്തിന് മുൻപ് തന്നെ ചോർന്നെന്ന ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബൈജു പൗലോസിന്റെ കത്ത്. ഇക്കാര്യം ഉന്നയിച്ച് ഇന്നലെയാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് ബൈജു പൗലോസ് കത്ത് നൽകിയത്. വിധിയിലെ വിവരങ്ങൾ പുറത്തുവന്നത് എങ്ങനെയെന്ന് കണ്ടെത്തണമെന്നാണ് കത്തിലെ ആവശ്യം. വിധി വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഊമക്കത്ത് കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റിന് ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് യശ്വന്ത് ഷേണായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തും നൽകിയിരുന്നു. ഊമക്കത്തിന്റെ പകർപ്പടക്കമാണ് അസോസിയേഷൻ പ്രസിഡന്റ് പരാതി നൽകിയത്. ഈ മാസം 4-നാണ് തനിക്ക് ഊമക്കത്ത് ലഭിച്ചതെന്നും വിധി വന്നപ്പോൾ ഞെട്ടിയെന്നും ജസ്റ്റിസ് കമാൽ പാഷ. ആ ജഡ്ജ്മെന്റ് വന്നപ്പോഴാണ് ഞാൻ അത് ഞെട്ടിപ്പോയത്. കാരണം കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ജുഡീഷ്യറിയിൽ ഉള്ള ആ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. ഒന്നാം പ്രതി പൾസർ സുനിയടക്കം 6 പേരെ കുറ്റക്കാരായി പ്രസ്താവിച്ച വിധിയുടെ ഉള്ളടക്കമാണ് വിധി പ്രഖ്യാപിക്കും മുൻപ് ഊമക്കത്തായി ലഭിച്ചത്. കേസിൽ 7-ാം പ്രതി ചാർലി തോമസ്, 8-ാം പ്രതി ദിലീപ്, 9-ാം പ്രതി സനിൽകുമാർ എന്നിവരെ ഒഴിവാക്കുമെന്നും ഊമക്കത്തിൽ പരാമർശിച്ചതായാണ് വിവരം. ഹൈക്കോടതി വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുമോ എന്ന ആകാംക്ഷയ്ക്കിടെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിനും വഴിയൊരുങ്ങുന്നത്. 24 തിരുവനന്തപുരം. KSRTC ബസ്സിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ തർക്കവും പ്രതിഷേധവും ഉണ്ടായി. തിരുവനന്തപുരം തൊട്ടിൽപ്പാലം KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് സിനിമ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് പ്രതിഷേധം ഉണ്ടായത്. പത്തനംതിട്ട സ്വദേശി ലക്ഷ്മി R ശേഖറാണ് ബസ്സിനുള്ളിൽ ആദ്യം വിമർശനം ഉന്നയിച്ചത്. പിന്നാലെ മറ്റു യാത്രക്കാരും പിന്തുണയുമായി എത്തിയതോടെ ബസ്സിലെ TV ഓഫ് ചെയ്തു. ഞാൻ ഇന്നലെ ഫാമിലി ആയിട്ട് കേശവദാസപുരത്ത് നിന്ന് അടൂരിലേക്ക് വരികയായിരുന്നു. സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, അമ്മേ ഇതേ ആ വഷളൻ്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ദിലീപിൻ്റെ പറക്കും തളിക എന്നുള്ള സിനിമ ഇട്ടേക്കുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ കേശവദാസപുരത്ത് നിന്ന് അടൂരി വരെ 2-2.5 മണിക്കൂർ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിത് കണ്ടക്ടറോട് അറിയിച്ചു. വെറുതെ പ്രതികരിക്കായിരുന്നില്ല, ഞാൻ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചു, അഭിപ്രായം ചോദിച്ചു. നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭൂരിപക്ഷം പേര് 99% പേരും ആ ബസ്സിൽ ഇരുന്നവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, യഥാർത്ഥത്തിൽ KSRTC ബസ്സിൽ സൂപ്പർ ഫാസ്റ്റിലാണ് ഈ ചിത്രം ഇട്ടിരുന്നത്. പിന്നീട് അവരെ ഈ ആളുകളുടെ എതിർപ്പ് പരിഗണിച്ചാണോ ആ TV ഓഫ് ചെയ്തത്? അതെ SKN, അങ്ങനെ തന്നെയാണ്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തൊട്ടിൽപ്പാലത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ ഇന്നലെ ദിലീപിന്റെ ഒരു സിനിമ പ്രദർശിപ്പിക്കുകയായിരുന്നു. പറക്കന്തലിക എന്ന് പറയുന്ന ഒരു സിനിമയാണ് പ്രദർശിപ്പിച്ചിരുന്നത്. തിരുവനന്തപുരം കേശവദാസപുരത്ത് നിന്ന് അടൂരിലേക്ക് കയറിയ ലക്ഷ്മി R ശേഖർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരികയായിരുന്നു. ഈ ചിത്രം ഈ ബസ്സിലിരുന്ന് കണ്ടുകൊണ്ട് പോകുന്നതിന് തനിക്ക് പ്രയാസമുണ്ട്, ഇത് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞ് കണ്ടക്ടറെ സമീപിക്കുകയായിരുന്നു. പിന്നീട് ഇതിനകത്ത് ആദ്യം ചില ആളുകൾ
ആളുകൾ ഇതിനെ എതിർത്ത് രംഗത്ത് വരികയും പിന്നീട് ഈ ലക്ഷ്മിക്കൊപ്പം സഹകരിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരികയും ചെയ്തു. പിന്നാലെ ലക്ഷ്മി കൂടുതൽ പ്രതിഷേധം അറിയിച്ചതോടുകൂടി കണ്ടക്ടർ സിനിമ TV ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. അതേസമയം ലക്ഷ്മിയോട് വട്ടപ്പാറയിൽ ഇറങ്ങി മറ്റൊരു ബസ്സിൽ കയറി പോകണം എന്നുള്ള കാര്യം കണ്ടക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ ലക്ഷ്മി തന്റെ നിലപാടിൽ ഉറച്ചു നിന്നതോടെ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, താങ്ക് യു ഷിജോ കുര്യൻ. ബലാത്സംഗ കേസുകൾ പ്രതിയേർക്കപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി നാളെയാണ് പരിഗണിക്കുക. രണ്ടാമത്തെ പീഡന കേസിൽ സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ അപ്പീലും ഹൈക്കോടതിയിലുണ്ട്. ഈ കേസിൽ രാഹുലിനെ ചോദ്യം ചെയ്യുന്ന കാര്യം SIT യോഗം ചേർന്ന് പിന്നീട് തീരുമാനിക്കും. ആദ്യത്തെ ബലാത്സംഗ കേസിൽ സെഷൻസ് കോടതി രാഹുലിന്റെ ജാമ്യം തള്ളിയെങ്കിലും ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞു. പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ നിലപാട്. ഇതിൽ വിശദമായ വാദം നാളെ കേൾക്കും. രാഹുലിനു വേണ്ടി അഡ്വക്കേറ്റ് S. രാജീവ് ഹാജരാകും. ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന രണ്ടാമത്തെ കേസിൽ രാഹുലിന് തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ഇത് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. രാഹുൽ സ്ഥിരം കുറ്റവാളി എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. സർക്കാർ അപ്പീലിൽ ഹൈക്കോടതി നിലപാട് നിർണായകമാകും. ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുന്നതിൽ യോഗം ചേർന്ന ശേഷം അന്വേഷണ സംഘം തീരുമാനമെടുക്കും. നോട്ടീസ് അയച്ച് രാഹുലിനെ വിളിപ്പിക്കുന്നതടക്കം പരിഗണനയിലുണ്ട്. രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം എന്നുള്ളതായിരുന്നു പ്രധാന ഉപാധി. 24 കൊച്ചി. രണ്ടാമത്തെ പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സാധ്യതയില്ല. ഹാജരാകാനുള്ള അറിയിപ്പൊന്നും ലഭിച്ചില്ല എന്നാണ് രാഹുൽ വ്യക്തമാക്കുന്നത്. ഐഷത്ത് ഉൽ ഷംന പാലക്കാട് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഷംന, കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച്? ജാമ്യ വ്യവസ്ഥ വന്നത് മുതൽ രാഹുൽ എല്ലാ തിങ്കളാഴ്ചകളിലും പോലീസ് സ്റ്റേഷനിൽ എത്തി നേരിട്ട് ഹാജരാകണമെന്ന ഒരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു നോട്ടീസും ഇതുവരെയും രാഹുലിന് ലഭ്യമായിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. ഏത് അന്വേഷണ സംഘത്തിന് മുമ്പിലാണ് അല്ലെങ്കിൽ ഏത് പോലീസ് സ്റ്റേഷനിലാണ് എത്തേണ്ടത് എന്നതുൾപ്പെടെ കാണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസോ അല്ലെങ്കിൽ അത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വിളിച്ചറിയിക്കുകയോ ചെയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് നാളെ രാഹുൽ ഹാജരായേക്കില്ല എന്നൊരു വിവരമുള്ളത്. എന്തായാലും ഈ രണ്ടാമത്തെ പീഡന കേസിൽ നാളെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണം എന്നതായിരുന്നു നിർദ്ദേശം. പക്ഷെ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോട്ടീസുകളൊന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും രാഹുൽ ഇപ്പോൾ ഉള്ളത് അടൂരിലാണ്, നാട്ടിലാണുള്ളത്. ഇതിനുശേഷം നാളെ ഈ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്നുള്ള ഈ വ്യവസ്ഥയിലൊക്കെ ഇനി കൂടുതൽ നടപടി ഉണ്ടായതിനു ശേഷം അടൂരിൽ നിന്ന് തിരികെ പാലക്കാട് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. വോട്ടുകൊള്ളയ്ക്കെതിരെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ മഹാറാലി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പാർലമെന്റിൽ ഭരണപക്ഷത്തിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെന്നും വോട്ടുകൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യമില്ലെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. വോട്ടുകൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് 5 കോടിയിലധികം പേരുടെ ഒപ്പുശേഖരണവും നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പേരെടുത്തു പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. BJP സർക്കാരിന്റെ അജണ്ടയനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പ്രവർത്തനം. വോട്ടു ചോരി ആരോപണം ചർച്ച ചെയ്യാൻ വെല്ലുവിളിച്ചിട്ടും BJP തയ്യാറായില്ല. അമിത്ഷായുടെ കൈവിറയ്ക്കുകയായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി. സത്യത്തിനും അഹിംസയ്ക്കും ഒപ്പം നിന്ന് മോദിയെയും അമിത്ഷായെയും തോൽപ്പിക്കുമെന്നും വോട്ടുകൊള്ളയ്ക്കെതിരെയുള്ള കോൺഗ്രസിന്റെ മഹാറാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. സത്യ और असत्य के बीच में लड़ाई हो रही है और मैं आपको इस स्टेज से गारंटी देके कहता हूं, आप देखना हम सत्य को लेकर सत्य के पीछे खड़े होकर नरेंद्र मोदी और अमित शाह को RSS की सरकार को हिंदुस्तान से हटाएंगे. വോട്ടുകൊള്ള പാർലമെന്റിൽ ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം രാഷ്ട്രഗീതം ചർച്ച ചെയ്യണമെന്നാണ് സർക്കാർ പറയുന്നത്. ബാലറ്റ് വോട്ടിംഗിൽ മത്സരിച്ചാൽ ഒരിക്കൽ പോലും BJP വിജയിക്കില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. तो हम संसद में ये बहस करते रहे कि राष्ट्रगीत किसका है, राष्ट्रगीत कैसे बना, राष्ट्रगीत क्यों बना, और जो बड़ी बड़ी समस्याएं हैं जिससे आप जूझ रहे हो, बेरोजगारी, महंगाई, पेपर लीक, उसके बारे में चर्चा करने की हिम्मत नहीं है. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളും ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന മഹാറാലിയുടെ ഭാഗമായി.
വോട്ട് കൊള്ളയ്ക്കെതിരെ 5 കോടിയിലധികം ഒപ്പുശേഖരണമാണ് കോൺഗ്രസ് നടത്തിയത്. വോട്ട് ചോരി ആരോപണം വീണ്ടും ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന മഹാറാലിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഡൽഹി രാംലീല മൈതാനത്ത് നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത വിജി, 24. ഇനിയൊരു വിയോഗത്തിന്റെ വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. കോട്ടയം വൈക്കം തലയോലപ്പറമ്പ് കരിപ്പാടം കളത്തൂർ വീട്ടിൽ പരേതനായ കൃഷ്ണൻകുട്ടി നായരുടെ ഭാര്യ കാർത്തിയാനിയമ്മ അന്തരിച്ചു. 92 വയസ്സ് പ്രായമുണ്ടായിരുന്നു. CPM കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റും വൈക്കം നഗരസഭാ ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് PK കരികുമാറിൻ്റെ അമ്മയാണ് മറ്റു മക്കൾ PK ശശികല, KK ശശികുമാർ, KK സുജാത, PK ബാബു. മരുമക്കൾ ആശാമാധവൻ, പ്രഭാകരൻ പിള്ള, വിജയലക്ഷ്മി, വേണുഗോപാൽ, ശ്രീദേവി എന്നിവർ. സംസ്കാരം നാളെ പകൽ 11 മണിക്ക് തലയോലപ്പറമ്പ് കരിപ്പാടത്തെ കുടുംബ വീട്ടിൽ നടക്കും. ഞാൻ ആ വീട്ടിൽ ഒരു ദിവസം പോയിട്ടുണ്ട്. ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട്. സങ്കടകരമായ കാര്യമാണ്. ഹരികുമാർ, അമ്മയുടെ മരണമൊക്കെ യഥാർത്ഥത്തിൽ നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തും. അമ്മയ്ക്ക് തുല്യമായിട്ട് ഈ ലോകത്ത് അമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മയുടെ വിയോഗം അത് കടന്നു പോകാനുള്ളൊരു മാനസികാവസ്ഥ താങ്കൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ജിൻസ് കുര്യാക്കോസ് ചോദിക്കുന്നു, SKN ആ മാർക്ക് എന്തായി, അത് വിട്ടോ എന്ന് ചോദിക്കും. അത് വിട്ടിട്ടില്ല, അതങ്ങനെ വിടാൻ പറ്റുമോ? എന്തായാലും നമ്മൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന പോലീസ് അത് അന്വേഷിക്കുന്നുണ്ട്. അതുകൂടാതെ മാർക്കും അന്വേഷിക്കുന്നുണ്ട്, അവരുടെ വിജിലൻസ് വിഭാഗം അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം പുറത്തു വരട്ടെ. കള്ളനാണയങ്ങളുണ്ടെങ്കിൽ അതും പിടിക്കപ്പെടട്ടെ, അതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസനത്തിനായി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 24നോട് പറഞ്ഞു. 45 ദിവസങ്ങൾക്കകം തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നടക്കാത്ത കാര്യങ്ങളെല്ലാം ഇനി നടപ്പിലാക്കും, പ്രശ്നങ്ങൾ പരിഹരിക്കും. അതാണ് ഞങ്ങളുടെ ഒരു ഉറപ്പ്, ഞങ്ങളുടെ ഒരു വാഗ്ദാനം. ഞങ്ങൾ 45 ദിവസം ഞങ്ങളുടെ ബ്ലൂ പ്രിന്റ് ആക്കി അതിന് പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി ഇവിടെ വരും. ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യുന്ന പാർട്ടിയാണ്. ചെയ്യാൻ പോകുന്നത് മാത്രം ഞങ്ങൾ പറയും. അത് എല്ലാം കൃത്യമായി ആലോചിച്ചിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചത് വികസന രേഖയിൽ. പിന്തുണ നല്ല പിന്തുണയാണ്. ആ പിന്തുണ കൊണ്ടാണല്ലോ 50 കൗൺസിലർമാർ ജയിച്ചിരിക്കുന്നത്. ജനങ്ങൾ ഞങ്ങളുടെ വികസന തിരുവനന്തപുരം എന്ന ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു വിഷൻ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഈ ഇലക്ഷൻ്റെ ഒരു റിസൾട്ട്. ഇങ്ങനെ ഒരു തിരുവനന്തപുരത്ത് MG പ്രതീഷ് തത്സമയം ചേരുന്നു. പ്രതീക്ഷ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയ വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് BJP പ്രവർത്തകർ. ഇന്ന് വിജയിച്ച 50 കൗൺസിലർമാരുമായിട്ടായിരുന്നു BJPയുടെ വിജയാഹ്ലാദം തിരുവനന്തപുരത്ത് നഗര പ്രദേശങ്ങളിൽ നടന്നത്. ആ റാലിക്കിടെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ 24നോട് പ്രതികരിച്ചത്. നഗരസഭയുടെ വികസനത്തിനായി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കും എന്നതാണ് BJP അധ്യക്ഷന്റെ പ്രഖ്യാപനം. 45 ദിവസത്തിനകം തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കും. എന്തൊക്കെ വികസന പദ്ധതികളാണ് തിരുവനന്തപുരത്ത് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രധാനമന്ത്രിയായിരിക്കും പ്രഖ്യാപിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ സമയം മുതൽ ഈ കോർപ്പറേഷൻ പിടിച്ചാൽ പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് എത്തിക്കും എന്നതായിരുന്നു BJPയുടെ വാഗ്ദാനം. ഒപ്പം ലോകോത്തര നിലവാരത്തിൽ തിരുവനന്തപുരം നഗരത്തെ മാറ്റും എന്നതുൾപ്പെടെയുള്ള വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വച്ചായിരുന്നു BJP വലിയ പ്രചരണം നടത്തിയിരുന്നത്. അതിൻ്റെ ഒരു വിജയം BJPക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് BJP പ്രവർത്തകരുമുള്ളത്. പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കും. കൃത്യമായി പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ നടക്കാത്ത കാര്യങ്ങളും തിരുവനന്തപുരത്ത് നടത്തും. മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. ഒപ്പം ഈ അധികം വൈകാതെ തന്നെ മേയർ ആര് എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. മുൻ DGP ശ്രീലേഖയും ജില്ലാ പ്രസിഡന്റ് VV രാജേഷുമാണ് പരിഗണനയിലുള്ളത്. നേതൃയോഗമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത്. ഒപ്പം RSSന്റെ നിലപാടുൾപ്പെടെ ഇക്കാര്യത്തിൽ ഏറെ നിർണായകമായിരിക്കും. എന്തായാലും 2 ദിവസത്തിനകം അത്തരത്തിലൊരു തീരുമാനം കൂടി പുറത്തു വരും. വലിയ ഒരു മുന്നേറ്റം BJP കാഴ്ചവെച്ച സാഹചര്യത്തിൽ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ BJPയുടെയും തീരുമാനം. താങ്ക് യു MG പ്രതീഷ്. ശബരിമല സ്വർണ്ണക്കൊള്ളയെ ആസ്പദമാക്കിയുള്ള ഒരു പ്രചാരണ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ വൈറലായിട്ടുണ്ട്. ഗാനം ഏറ്റെടുത്ത UDFകാർക്ക് പോലും ഇതാരാണ് പാടിയത് എന്നറിയില്ല. മലപ്പുറം കൂട്ടിലങ്ങാടി സ്വദേശി ഡാനിഷാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. സമീർ ബിൻ കരീമിന്റെ റിപ്പോർട്ട്.
കഴിഞ്ഞ ഒരു മാസക്കാലം കേരളത്തിന്റെ കവലകളിൽ മുഴങ്ങിയ ഗാനം, സോഷ്യൽ മീഡിയകളിലും തരംഗമായ ഗാനം. മറ്റു തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ പോലെ യാദൃച്ഛികമായി വന്ന ഒന്നാണിത്. പക്ഷേ UDF BJP പ്രവർത്തകർ ഏറ്റെടുത്തു. പാടിയത് മലപ്പുറം കൂട്ടിലങ്ങാടി സ്വദേശി ഡാനിഷ്, എഴുതിയത് നാദാപുരം സ്വദേശി GP ചാലപ്പുറം. നമ്മൾ ഇലക്ഷൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് വന്നപ്പോൾ ചെയ്തതാണ്. അത് പ്രതീക്ഷനേക്കാൾ കൂടുതൽ വൈറലായി. അതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട്, ഇലക്ഷനെ സ്വാധീനിക്കാൻ ഈ പാട്ടിന്, അതിനൊരു ഭാഗമാകാൻ ഈ പാട്ടിന് പറ്റിയെന്നൊക്കെ. നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഒറിജിനൽ ഏതാ പാരഡി ഏതാ എന്ന് പോലും തിരിച്ചറിയാനാകാത്ത വിധം ഈ പാട്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ് ചെയ്തതാണ്, പക്ഷേ ഈ പ്രചാരണ സമയത്ത് അത് അത്യാവശ്യം നന്നായി വൈറലായി. ഒരുവിധം LDFനെതിരെ ആയതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും അത് യൂസ് ചെയ്തു. ബാക്കിയുള്ള വൈറലായതോടെ കോൺഗ്രസ് നേതാക്കളും ഈ പാട്ടാണ് മൂടുന്നത്. പാട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പാടാനും കോൺഗ്രസ് നേതാവ് PC വിഷ്ണുനാഥ് മടിച്ചില്ല. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ആവേശം നിലനിർത്തുകയാണ് ഡാനിഷിന്റെ ഈ പാട്ട്. തിരൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധ്യാപകന്റെ തോൽവിയെ തുടർന്ന് വാക്കു പാലിച്ചു ശിഷ്യൻ. അധ്യാപകൻ തോറ്റാൽ തന്റെ തല മുട്ടയടിക്കുമെന്ന് പറഞ്ഞു പാല രാമപുരം സ്വദേശി നിഖിൽ കെ ദാസ്. വാക്കു പാലിച്ചു. കൂത്താട്ടുകുളം തിരുമാറാടി പഞ്ചായത്തിലെ 8ാം വാർഡിലാണ് UDF സ്ഥാനാർത്ഥിയായ തന്റെ അധ്യാപകൻ ബെന്നി പൈലി മത്സരിച്ചതും അതുവഴി ശിഷ്യൻ തലകറി മുട്ടയടിച്ചതും. വാക്കു പറഞ്ഞാൽ വാക്കാണ്, പ്രത്യേകിച്ച് ഗുരുവിന് ശിക്ഷ നൽകിയതാണെങ്കിൽ. 5 വോട്ടുകൾ കൂടി തിരുമാറാടി പഞ്ചായത്തിലെ 8ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച നെടുംതടത്തിൽ ബെന്നി പൈലി നേടിയിരുന്നെങ്കിൽ നിഖിൽ മൊട്ടയടിക്കേണ്ടി വരില്ലായിരുന്നു. കാരണം തോൽവി വെറും 4 വോട്ടുകൾക്കാണ്. അപ്പോൾ തന്നെ ഞാൻ നിഖിലിൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു, എൻ്റെ സ്വന്തം വാർഡല്ല, അതിൻ്റേതായ അല്പം കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. പക്ഷേ നിഖിൽ പറഞ്ഞു സാറ് ജയിച്ചിരിക്കും, സാറ് ജയിച്ചില്ലെങ്കിൽ എൻ്റെ തല ഞാൻ മൊട്ടയടിക്കും എന്ന് അന്ന് അവിടെ വെച്ച് പറഞ്ഞിട്ട് പോയതാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ശ്രീ നിഖിൽ എൻ്റെ അടുത്ത് വരികയും തല മൊട്ടയടിച്ച വാക്ക് പാലിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തൊടുപുഴ കോർപ്പറേറ്റീവ് കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനാണ് ബെന്നി. അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനായ നിഖിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് സാറെങ്ങാനും തോറ്റാൽ ഞാൻ മൊട്ടയടിക്കുമെന്ന വാക്ക് കൊടുത്തത്. എനിക്ക് 100% ഷുവർ ആയിരുന്നു സാർ ഉറപ്പായിട്ടും ജയിക്കുമെന്ന്. അത്രത്തോളം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു സാർ ജയിക്കുമെന്നുള്ളത്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഒരു ഇലക്ഷനാകുമ്പം ജയവും തോൽവിയും ഉണ്ടാവാം, സർവ്വസാധാരണം. പക്ഷെ ഞാൻ സാറിന് കൊടുത്തിരുന്നൊരു വാക്ക് അതെനിക്ക് നിറവേറ്റാൻ സാധിച്ചില്ല. വളരെ സന്തോഷമുണ്ട്. വാർഡിൽ വിജയിച്ചത് LDF സ്ഥാനാർത്ഥി AC ജോൺസണാണ്. ബെന്നി പൈലിയും ജോൺസണും സഹപാഠികളാണ് എന്നതും വാർഡിലെ തിരഞ്ഞെടുപ്പ് കൗതുകമായിരുന്നു. 24 കൊച്ചി. വളരെ മഹാമനസ്കനായി തല മുട്ടയടിച്ച് നിഖിലിനെ അന്വേഷിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ 24ന്റെ ഓഫീസും ഒന്ന് സന്ദർശിക്കണം. കാര്യം അവിടെ അക്കൗണ്ട്സിൽ ഇരിപ്പുണ്ട് ആള്. മറ്റൊരു വാർത്തയിലേക്ക് ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം 28 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ശബരിമല ദർശനത്തിനെത്തിയ ഭക്തരുടെ എണ്ണം 24 ലക്ഷം കവിഞ്ഞു. ഇന്നലെ വരെ 23.47 ലക്ഷം ഭക്തരാണ് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേർന്നത്. കാനന പാതകളിലൂടെ ആകെ 1.02 ലക്ഷം ആളുകളും സന്നിധാനത്ത് വന്നു. ഇന്ന് തീർത്ഥാടകരുടെ തിരക്ക് ലേശം കുറവാണ്. ഇന്ന് രാത്രി 8 മണിവരെ 51,741 പേർ മാത്രമേ മലചവിട്ടിയുള്ളൂ. സ്പോട്ട് ബുക്കിംഗ് വഴി 7,455 പേർ ദർശനം നടത്തി. പ്രതിപക്ഷമില്ലാത്ത മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ PA ജബ്ബാർ ഹാജി അധ്യക്ഷനാകും. ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗമായ ജബ്ബാർ ഹാജി അരീക്കോട് ഡിവിഷനിൽ നിന്നാണ് ജയിച്ചത്. സംസ്ഥയിലെ ലീഗ് അനുകൂല വിഭാഗത്തിലെ ശക്തനായ വക്താവ് ആണ് ജബ്ബാർ ഹാജി.
പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേരുകളാണ് മുസ്ലിം ലീഗ് പരിഗണിച്ചത്. PA ജബ്ബാർ ഹാജിയും മുസ്ലിം ലീഗ് വേങ്ങര നിയോജക മണ്ഡലം പ്രസിഡന്റ് PK അസ്ലുവും. PK കുഞ്ഞാലിക്കുട്ടിയുടെ സഹോദരപുത്രൻ കൂടിയാണ് PK അസ്ലു. ഇരുവർക്കും പാണക്കാട് സാദിഖലി തങ്ങളുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായും അടുത്ത ബന്ധമുണ്ട്. സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ജബ്ബാർ ഹാജിക്ക്. സാദിഖലി തങ്ങൾക്കും മുസ്ലിം ലീഗിനുമെതിരായ ഉമർ ഫൈസി മുക്കം, ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയവരുടെ ആരോപണങ്ങളെ മുന്നിൽ നിന്നെതിർത്തു. പാണക്കാട് കുടുംബത്തിനെതിരെ പറഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്ന നിലപാടെടുത്തു. സമസ്ത ലീഗ് പ്രശ്നങ്ങൾക്ക് കാരണം സമസ്തയിലെ 4-5 ആളുകളാണെന്നും ഒരു ഘട്ടത്തിൽ ജബ്ബാർ ഹാജി പറഞ്ഞിരുന്നു. ജബ്ബാർ ഹാജി സ്ഥാനാർത്ഥിയായപ്പോൾ സമസ്തയിലെ ലീഗ് വിരുദ്ധർ അദ്ദേഹത്തിനെതിരെ പ്രചരണം നടത്തി. എന്നിട്ടും 12,792 വോട്ടിന് അദ്ദേഹം വിജയിച്ചു. പാർട്ടിയിലെ സീനിയോറിറ്റിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജബ്ബാർ ഹാജിക്ക് അനുകൂലമാണ്. സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെ നിലകൊള്ളുന്നതിനാൽ ലീഗ് അനുകൂലികൾ ജബ്ബാർ ഹാജിയുടെ വിജയം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആഘോഷമാക്കുന്നുണ്ട്. 24 മലപ്പുറം. ക്ഷേമ പെൻഷനിലെ അധിക്ഷേപ പരാമർശം തിരുത്തി MM മണി MLA പെട്ടെന്നുള്ള വികാര വിക്ഷോഭത്തിൽ പറഞ്ഞു പോയതാണെന്നും അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്നും MM മണി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ നടത്തിയ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനം വന്നു. അതോടെയാണ് MM മണി അഭിപ്രായം മാറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന്. എന്തായാലും CPIയും MM മണിയുടെ അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞിരുന്നു. നന്ദികേടല്ല, നല്ല അനുകൂലമാണോ ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. തെരഞ്ഞെടുപ്പിൽ LDFന്റെ കനത്ത തോൽവിക്ക് പിന്നാലെയായിരുന്നു MM മണിയുടെ വിവാദ പരാമർശം. മണിയുടെ ശൈലിയിലുള്ള പ്രസ്താവനയെന്ന് MV ഗോവിന്ദൻ ന്യായീകരിച്ചു. വിഷയം പ്രതിപക്ഷം ആയുധമാക്കിയതോടെ CPIM ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ മണിയെ തള്ളിപ്പറഞ്ഞു. പിന്നാലെ MM മണിയുടെ തിരുത്ത്. ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല. അന്നേരത്തെ ഒരു കാര്യത്തിലങ്ങ് പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി. തൊഴിലാളി വർഗ നേതാവായ MM മണി ഇത്തരത്തിൽ പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു എന്ന് മന്ത്രി V ശിവൻകുട്ടി. അത് MM മണി അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. സാമൂഹികപരമായി സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗങ്ങളെയും ഒരു രൂപത്തിലും ആക്ഷേപിക്കാൻ വേണ്ടി പാടില്ല. അത് CPMന്റെ നയമാണെന്ന് എനിക്ക് തോന്നുന്നു. RSP നേതാവ് A അസീസ് കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഞങ്ങൾ 2000 രൂപ പെൻഷൻ കൊടുത്ത് അത് വാങ്ങിച്ച് തിന്നുകൊണ്ട് നന്ദിയേട് കാണിച്ചതാണ് എന്ന് പറഞ്ഞാൽ MM മണിയുടെ തന്തയുടെ വകയാണോ? തിരുത്തൽ വരുത്തിയെങ്കിലും MM മണിയുടെ വിവാദ പ്രസ്താവന സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. 24 ഇടുക്കി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി അവൾക്കൊപ്പം കൂട്ടായ്മ. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വേദിയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, സിനിമാ താരം റീമ കല്ലിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ഷീവ ഒരു നിർണായക വെളിപ്പെടുത്തലും ഇന്ന് നടത്തി. സിനിമാ മേഖലയിൽ നിരവധി പേരാണ് അതിജീവിതയ്ക്ക് പിന്തുണയുമായി എത്തുന്നത്. പിന്നാലെയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദിയിലും അവൾക്കൊപ്പം കൂട്ടായ്മ സംഘടിപ്പിച്ചത്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കില്ലെന്ന് ബാലചന്ദ്രകുമാർ നേരത്തെ പറഞ്ഞതായി ഭാര്യ ഷീബയുടെ വെളിപ്പെടുത്തൽ. ആദ്യം മൊഴി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചെന്നും ഷീബ. അവർക്ക് ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വ്യക്തമായിട്ട് പുള്ളിക്ക് അറിയായിരുന്നു ഈ കോടതിയിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്നുള്ളത്. പ്രതി എന്ന് പറയുന്ന അദ്ദേഹത്തോടൊപ്പം 7 വർഷം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ബാലുവിന് അറിയായിരുന്നു. അതേസമയം സർക്കാരും പാർട്ടിയും അവൾക്കൊപ്പം എന്ന നിലപാട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. ആ സംഭവത്തിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയവരാരെ കൃത്യമായിട്ട് പറയാനും കൃത്യമായിട്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാനും നമുക്കിതേവരെ പൂർണ്ണമായി സാധിച്ചില്ല എന്നുള്ളത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ദുരന്തമാണ്. അതിജീവിതയ്ക്കെതിരായ അതിക്രമത്തിന് ശേഷവും സിനിമാ മേഖലയിൽ നിന്ന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അപലപനീയമെന്ന് സിനിമാ താരം റീമ കല്ലിങ്കൽ. അവൾക്കൊപ്പം ഹാഷ്ടാഗുകൾ IFFKയുടെ ഭാഗമാക്കണമെന്ന ആവശ്യത്തിന് പിന്നാലെയാണ് കൂട്ടായ്മ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചത്. 24 തിരുവനന്തപുരം. പ്രൈം ടൈമിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി കായിക വാർത്തകൾ. ആരാധകരെ ഇളക്കി മറിച്ച് ലിയോണൽ മെസ്സിയുടെ മുംബൈ പര്യടനം. വാങ്കഡെ സ്റ്റേഡിയത്തിൽ കുട്ടികൾക്കൊപ്പം പന്ത് തട്ടിയും ഷൂട്ടൌട്ടിൽ പങ്കെടുത്തും മെസ്സി ആവേശ തിരമാലകൾ തീർത്തു.
ക്രിക്കറ്റ് പ്രേമികൾ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറും മെസ്സിക്കൊപ്പം വേദിയിൽ വന്നു. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. ആസ്വദിക്കുക. ഇനി നമുക്ക് നല്ലൊരു രാത്രി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് ബൈ.